ചെരുപ്പിനടിച്ച് പുറത്താക്ക്. ഈ ഫൂളിനെ ഇവിടുന്ന് കാണാനും കൊള്ളില്ല, ബുദ്ധിയുമില്ല. ഇവനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. കബീർ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അവന്റെ പുതിയ പോസ്റ്റിംഗ് ഡൽഹി ക്രൈം ബ്രാഞ്ചിലായിരുന്നു. പക്ഷേ ടീം ലീഡർ പ്രിയങ്ക ആദ്യ ദിവസം തന്നെ അവനെ ഭയങ്കരമായി അവഹേളിച്ചു. നിന്നെപ്പോലുള്ള ഒരു ദുർബലനും മരവാഴയോ ആയ ഒരു പയ്യനെ തെരുവിലെ കുഞ്ഞുങ്ങൾ പോലും അടിച്ചിടും. എന്റെ ക്രൈം ടീമിനെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയൂ? ഞാൻ നിന്നെ എന്റെ ടീമിൽ നിന്ന് ഒഴിവാക്കുക. ദയവായി എന്നെ ഒഴിവാക്കരുത് മാഡം. എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുക. ശരി, എന്റെ ടീമിൽ ജോലി ചെയ്യണമെങ്കിൽ ആദ്യം എന്റെ ഷൂസ് തേച്ച് വൃത്തിയാക്ക്. കബീർ പ്രിയങ്കയുടെ ഷൂസ് തേക്കാൻ കുനിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് മറ്റൊരു കോൺസ്റ്റബിൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, ആ വൃത്തികെട്ട തുണി കൊണ്ടാണോ മാഡത്തിന്റെ ഷൂസ് വൃത്തിയാക്കുന്നത്? നിന്റെ പുതിയ ഷർട്ട് ഊരി അതുകൊണ്ട് വൃത്തിയാക്ക്. ശരി, ഇപ്പൊ ചെയ്യാം. കബീർ ഷർട്ട് ഊരി പ്രിയങ്കയുടെ ഷൂസ് തേക്കാൻ തുടങ്ങി. അപ്പോൾ കോൺസ്റ്റബിൾ പ്രിയങ്കയോട് പറഞ്ഞു, മാഡം, ബോളിവുഡിലെ ഏറ്റവും വലിയ നായികയായ ജെന്നിഫർ ഇന്ന് നമ്മുടെ സ്റ്റേഷനിൽ പരാതി നൽകാൻ വന്നിരുന്നു. മീഡിയ ഇത് അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? ഞാൻ ജെന്നിഫറിന്റെ വലിയൊരു ഫാനാ. അവരെ നേരിട്ട് കാണാൻ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് ആ വലിയ അവസരം കിട്ടിയിരിക്കുന്നത്. ശരി, അവരെപ്പോ വരും? അതേ സമയത്ത് ഒരു വലിയ ആഡംബര കാർ സ്റ്റേഷന് മുന്നിൽ നിർത്തി. മാഡം എത്തിയെന്ന് തോന്നുന്നു. ജെന്നിഫറിന്റെ സ്റ്റേഷനിലേക്കുള്ള ഓരോ ചുവടിലും എല്ലാവരുടെയും ഉത്കണ്ഠ കൂടിക്കൊണ്ടിരുന്നു. ജെന്നിഫർ മാഡം, നിങ്ങൾ എന്റെ മുന്നിൽ നിൽക്കുന്നു എന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ലോകം മുഴുവൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. നിങ്ങളുടെ കാര്യം ഒരു നിമിഷം കൊണ്ട് നമുക്ക് തീർക്കാം. കബീർ, മാഡത്തിന് വെള്ളം കൊണ്ടുവാ. കബീർ വെള്ളവുമായി പുറത്തു വന്നപ്പോൾ ജെന്നിഫർ അവനെ കണ്ടതും ഓടിച്ചെന്നു. അവന്റെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കബീർ, പ്ലീസ് എന്നെ വിവാഹം കഴിക്കൂ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കബീർ, പ്ലീസ്. ഒരു സാധാരണ കോൺസ്റ്റബിളിന് വേണ്ടി ഒരു ബോളിവുഡ് നായിക ഇങ്ങനെ കരഞ്ഞപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ജെന്നിഫർ, ഒന്ന് പുറത്തേക്ക് വരൂ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. കബീർ ജെന്നിഫറിനെ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ സംഭവങ്ങൾ എന്താണെങ്കിലും അതെല്ലാവരുടെയും മുന്നിൽ മറച്ചുവെക്കണം. നമ്മൾ തമ്മിൽ എഴുതിയിരുന്ന കരാറിലെ കാര്യങ്ങൾ മറക്കരുത്. ആ രഹസ്യം പുറത്തായ നമ്മൾ രണ്ടുപേർക്കും അപകടവും. അതെ കബീർ, എനിക്കറിയാം. ആ രഹസ്യം ഒരിക്കലും പുറത്തു വരില്ലെന്ന് ഞാൻ വാക്കുതരാം. ഇത്രയും പറഞ്ഞിട്ട് ജെന്നിഫർ അവിടെ നിന്ന് പോയി. കബീർ തിരികെ വന്നപ്പോൾ പ്രിയങ്ക അതിശയത്തോടെ ചോദിച്ചു, കബീർ, ഈ ബോളിവുഡ് നായിക നിന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞത് എന്തിനാ? ഒരു ദിവസം എന്റെ ഡ്യൂട്ടി അവളുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. ഞാൻ ചെറിയൊരു സഹായം ചെയ്തു. അതുകൊണ്ടാവാം അവൾ ഇംപ്രസ്ഡ് ആയത്. എത്ര വലിയ നായികയായാലും അവളും ഒരു മനുഷ്യനല്ലേ. ശരി, നീ പറയുന്നത് ശരിയാ. ഇപ്പോ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോ. അവിടെ ഒരു സുരക്ഷാ ഗാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജോലി മാത്രമാ. അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണം. ശരി മാഡം. കബീർ ആശുപത്രിയിൽ എത്തുമ്പോൾ അവനെ കണ്ട ഒരു സ്ത്രീ നിലവിളിച്ചു, കള്ളൻ! ആശുപത്രിയിൽ വന്നിട്ട് കുട്ടികളെ കടത്താൻ നോക്കിയല്ലേ? നിന്നെ സ്ലിപ്പർ കൊണ്ട് അടിക്കേണ്ടത്. അല്ല, ഞാൻ കുട്ടികളെ കടത്താൻ വന്നതല്ല, പോലീസ് കോൺസ്റ്റബിൾ ആണ്. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഈ കുട്ടികളെ കടത്താൻ വന്നതാണെന്ന്. ഇവിടെ നിനക്ക് ഒരു ജോലിയില്ല. ഉടനെ പുറത്തേക്ക് പോ. ഈ ആശുപത്രിയിൽ ഉടൻ ആക്രമണം നടക്കാൻ പോകുന്നുവെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? എല്ലാവരും അപകടത്തില. പക്ഷെ എനിക്കിതാരോടും പറയാൻ കഴിയില്ല. എന്താ ചിന്തിച്ച് നിൽക്കുന്നേ? പുറത്തു പോ. മാഡം, ഇന്നത്തെ എന്റെ ഡ്യൂട്ടി ഇവിടെ സുരക്ഷാ ഗാർഡായിട്ടാ. ഏയ് കോൺസ്റ്റബിൾ, എന്നോടൊന്നും വാദിക്കണ്ട. ഈ ആശുപത്രിയുടെ ഉടമയുടെ സഹോദരിയാ ഞാൻ. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഇറങ്ങി പോവിടുന്ന്. കബീർ എന്തോ പറയാൻ വന്നതും ആ സ്ത്രീ കബീറിനെ മുഖത്ത് ആഞ്ഞടിച്ചു. ഒരു വാക്കുകൂടെ പറഞ്ഞ സ്ലിപ്പർ കൊണ്ട് കിട്ടും നിനക്ക്. മിണ്ടാതെ ഇവിടുന്ന് ഇറങ്ങി പൊക്കോ. അപ്പോഴായിരുന്നു ഒരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. ഗുണ്ടകൾ ആശുപത്രിക്കുള്ളിൽ കയറി. ഒരു ഗുണ്ട ആ സ്ത്രീയെ പിടിച്ച് തോക്കിൻ മുനയിൽ നിർത്തി. ഇപ്പോഴത്തെ പൊട്ടിത്തെറി അല്പം ദൂരെ വെച്ചിട്ടുള്ള ട്രെയിലർ മാത്രം. ആശുപത്രിക്കുള്ളിലും ബോംബ് വെച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ബട്ടൺ അമർത്തി ഈ സ്ഥലം മുഴുവൻ പൊട്ടിത്തെറിപ്പിക്കും. അപ്പോഴാണ് കബീർ അങ്ങോട്ടേക്ക് എത്തിയത്. ഭയപ്പെടണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കൊന്നും ആവില്ല. കോൺസ്റ്റബിൾ, നിന്റെ ടീമിനെ വിളിക്ക്. നീ ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പോന്നെ? എന്റെ മുഖം നോക്കി നിൽക്കാതെ നിന്റെ ടീമിനെ വിളിച്ച് എന്നെ രക്ഷിക്ക്. പക്ഷേ ആ ഗുണ്ടയുടെ കണ്ണ് കബീറിനെ കണ്ടതും സ്ത്രീയെ വിട്ട് കബീറിന്റെ കാലിൽ വീണ് കരഞ്ഞു. കബീർ സർ, നിങ്ങൾ ഇവിടെ എങ്ങനെ? നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോയിട്ടില്ലായിരുന്നോ? എനിക്ക് മാപ്പ് തരൂ സർ. ഞാനിപ്പോ തന്നെ ബോംബ് ഡിഫ്യൂസ് ചെയ്യാം. ദയവായി എന്നെ വിട്ടേക്ക്. കബീർ ഒന്നും പറയുന്നതിന് മുൻപ് തന്നെ എല്ലാ ഗുണ്ടകളും ഓടിപ്പോയി. കബീറിന് ഒരാളെയും പിടികൂടാനായില്ല. ഈ ഗുണ്ടകളെ പിന്തുടരണം.
കബീർ അവരുടെ പിറകെ ഓടിപ്പോയെങ്കിലും എല്ലാവരും ഇതിനകം രക്ഷപ്പെട്ടിരുന്നു. ഈ വിവരം പുറത്തുപോയ ആ രഹസ്യം പുറത്തു വരും. അത് പാടില്ല. കബീറിന് ഡൽഹി പുതിയതായിരുന്നു. കബീർ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ സീനിയർ മഞ്ജിത് സിംഗ് ചോദിച്ചു, കബീർ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നിന്റെ ഡ്യൂട്ടി 10 മണിക്കല്ലേ? വീട്ടിലേക്ക് പോയി ഒന്ന് നന്നായി ഉറങ്ങ്. രാത്രി മുഴുവൻ ജോലി ചെയ്യേണ്ടി വരും. ഭയമില്ലാത്തവരും ശക്തരുമാണ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത്. സ്റ്റേഷൻ ഇൻചാർജ് മഞ്ജിത് സിംഗ് കബീറിനെ ബഹുമാനിക്കാൻ തുടങ്ങി. ഭീരുക്കളെ മഞ്ജിത് സിംഗ് ഇഷ്ടപ്പെടില്ല. കബീർ പൂർണ്ണമായി ഭയമറ്റവനായിരുന്നു. ശരി, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. രാത്രി വരാം. കബീർ വീട്ടിലെത്തിയപ്പോഴേക്കും പ്രിയങ്ക അവിടെ താമസം ഉറപ്പിച്ചിരുന്നു. ഇരുവരും അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് വലിയ തർക്കത്തിലായി. ഞാൻ നിന്റെ സീനിയറാ. ഈ വീട് ഞാൻ നേരത്തെ തന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. നിന്നെ പോലുള്ള ദുർബലനായ ഒരു പയ്യനെ അടിച്ചു പുറത്താക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല. പ്രിയങ്ക കോപത്തോടെ മുന്നോട്ട് ചാടി കബീറിനെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം മറിഞ്ഞു. കബീർ അവളെ ഒരൊറ്റ പിടിയിൽ ഉയർത്തി നിലത്തിരിച്ചു. അയ്യോ, നിന്റെ കൈകൾക്ക് ഇത്ര ശക്തിയോ? അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. പക്ഷേ ഇതെന്റെ വീടാ. നിരവധി വർഷങ്ങളായി ഞാൻ പുറത്തായിരുന്നു. എന്തായാലും നിനക്കിവിടെ താമസിക്കാം. ഏത് മുറി വേണമെങ്കിലും തിരഞ്ഞെടുക്ക്. വാടകയും വേണ്ട. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? വീട് മുഴുവൻ നീ വൃത്തിയാക്കണം. അതും നല്ല പോലെ. നിനക്കെന്താ മോനെ വയ്യേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്കുണ്ട് ഒരു നിബന്ധന. നീ നിന്റെ ലിമിറ്റിൽ തന്നെ ഇരിക്കണം. നിന്റെ കൂടെ ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ട്. ആ ലിമിറ്റ് നീ ക്രോസ് ചെയ്യരുത്. അതിനെക്കുറിച്ച് നീ ഭയപ്പെടണ്ട. ഇന്നത്തെ ഈ പുതിയ സൗഹൃദത്തിന്റെ സന്തോഷത്തില് ഞാൻ നിന്നെ പുറത്തേക്ക് ഡിന്നറിന് കൊണ്ടുപോവാം. നിനക്ക് കിട്ടിയ ഈ സുഹൃത്ത് എങ്ങനെയാണെന്ന് നീ ഓർത്തിരിക്കും. ശരി, പക്ഷെ സ്ഥലം ഞാൻ ചൂസ് ചെയ്യും. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഇരുവരും സുഹൃത്തുക്കളായി. കബീറും പ്രിയങ്കയും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു. കബീർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അവിടെ പ്രിയങ്കയുടെ ഒരു സഹപ്രവർത്തകൻ മറ്റൊരു ടേബിളിൽ ഇരുന്ന് ഇവരെ നോക്കിക്കൊണ്ടിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും ഇവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കാം. അവൻ എന്റെ വില മനസ്സിലാക്കട്ടെ. അപ്പോൾ തന്നെ പ്രിയങ്കയുടെ ടീംമേറ്റ് ആയ നിഖിൽ അവിടേക്ക് വന്ന് പറഞ്ഞു, ഇവൻ എന്റെ ബോയ്ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ ബ്രദർ ആണോ? ഇവൻ എന്റെ റൂംമേറ്റാ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ, ഒരു ആൺകുട്ടിയോടൊപ്പം ഒറ്റയ്ക്കാണോ നീ താമസിക്കുന്നത്? താമസിക്കാൻ വേറെ വീട് കിട്ടിയില്ലേ? ഞാൻ താമസിക്കുന്ന ഏരിയയിലെ റെന്റ് 50,000 രൂപയാ. പിന്നെ ഞാൻ ആരോടൊപ്പം താമസിക്കുന്നു എന്നത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. പ്രിയങ്ക, ഞാൻ എന്റെ ക്രൈം കേസസിൽ എല്ലാത്തിൽ നിന്നൊന്ന് ഫ്രീ ആയ നിനക്ക് ഏറ്റവും നല്ല സ്ഥലം കണ്ടെത്തി തരാം. ആരുടെ ആവശ്യമില്ല. നീ എന്റെ ടീംമേറ്റാ. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. നീ എന്റെ ബോയ് ഫ്രണ്ട് ആവാൻ നോക്കണ്ട. ഞാൻ ഒരിക്കലും നിന്റെ ഗേൾ ഫ്രണ്ട് ആവില്ല. അതെ, പക്ഷെ എങ്കിലും ഒരു ബോയ് ഫ്രണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തിനാ അവളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിന്റെ വായിന്ന് വരുന്നത് ശ്രദ്ധിച്ചോ? ഞാൻ നിന്റെ സീനിയറാ. അധികം സംസാരിച്ച സസ്പെൻഡ് ചെയ്യിക്കും. അല്ല, ഇല്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. നിഖിൽ, ഇപ്പൊ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞങ്ങള് ഡിന്നർ കഴിക്കാം. നിഖിൽ തന്റെ അപമാനമടക്കി ദേഷ്യത്തോടെ പോയി. പോകുമ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഈ കോൺസ്റ്റബിളിനെ ഞാൻ വിട്ടേക്കില്ല. വാ കബീർ, നമുക്കൊന്ന് നടക്കാം. ഡിന്നർ കഴിഞ്ഞ് നടക്കുന്നത് എനിക്ക് പതിവാ. പ്രിയങ്കയ്ക്ക് അവനുമായി കൂടുതൽ അടുക്കണമായിരുന്നു. രാത്രി ഇരുവരും വാക്കിന് പോയപ്പോൾ ഒരു ചെറുക്കൻ അവരോട് അപമര്യാദയായി പെരുമാറി. ഓ, കുരങ്ങന്റെ കയ്യിൽ പൂമാലയോ? മാഡം, ഞാൻ ഇവനേക്കാൾ ഹാൻഡ്സാ. എന്റെ കൂടെ വരുന്നോ? കബീർ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും പ്രിയങ്ക അവനെ തടഞ്ഞു. കബീർ, വാദിക്കണ്ട. ഇവൻ വരുണ, വിക്രാന്ത് ഭായിയുടെ അനിയ. ഇവർ ഡേഞ്ചറസ് ആണ്. അവനുമായിട്ട് അകലം പാലിക്കുന്നതാ നല്ലത്. എന്താ മാഡം, പറയേ. അടുത്തൊരു ഹോട്ടലുണ്ട്. നിനക്ക് നിന്റെ സ്ഥലം ഞാൻ കാണിച്ചു തരാം. കബീർ ക്രോധത്തോടെ വരുണിനെ പിടിച്ചു മർദ്ദിച്ചു. അടുത്തൊരു പെൺകുട്ടിയെ നീ കണ്ട റെസ്പെക്ട് ചെയ്യണം. നിന്റെ അമ്മയും ഒരു സ്ത്രീ തന്നെ. എന്റെ അമ്മയെ ഇതിനിടയിൽ വലിച്ചിടണോ? ഇനി കണ്ടോ എന്റെ ഫാമിലി എന്താ നിന്നെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. കബീർ, നീ എന്താ ചെയ്തത്? ഇത് നമുക്ക് വലിയ പ്രശ്നമാകും. പ്രിയങ്ക, ഇത്തരം സാധാരണ ഗുണ്ടകളെ നമ്മൾ ഭയക്കേണ്ടതില്ല. ഇവരെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. എടാ മണ്ട, ഇവൻ സാധാരണ ഗുണ്ടയല്ല. വിക്രാന്തിന്റെ അനിയൻ. ഡൽഹി മുഴുവൻ വിക്രാന്ത് എന്ന പേര് കേട്ടാൽ വിറയ്ക്കും. കബീറിന് വിക്രാന്ത് ആരാണെന്ന് അറിയില്ലായിരുന്നു. അതിനിടയിൽ ഒരു വലിയ കാർ അവിടേക്കെത്തി. നോക്ക്, എന്റെ ബിഗ് ബ്രദർ എത്തി. ഇനി നിനക്ക് രക്ഷയില്ല. കണ്ടോ? വിക്രാന്ത് ഭായ് കാറിൽ നിന്നിറങ്ങി. എന്റെ അനിയനെ ആരെങ്കിലും തൊട്ടാ ആ കൈ ഞാൻ പിടിച്ച് പട്ടികൾക്ക് തിന്നാനിട്ട് കൊടുക്കും. ആരാണ് ആള്? നീ. ഇന്ന് നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. വിക്രാന്ത് കബീറിനെ അടിക്കാൻ വരുമ്പോൾ കബീർ ഒരൊറ്റ മുഷ്ടി കൊണ്ട് വിക്രാന്തിനെ 200 മീറ്റർ ദൂരം തള്ളി പറത്തി. ഇപ്പൊ നിങ്ങൾക്ക് ജയിൽ എന്താണെന്ന് കാണിച്ചു തരാം. പെൺകുട്ടികളെ ആദരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അപ്പൊ പഠിക്കും. കബീർ വിക്രാന്തിനെയും വരുണിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
ലോക്കപ്പിൽ അടച്ചു. ഒരു പെൺകുട്ടിയെ മൊളസ്റ്റ് ചെയ്തതിലും പോലീസ്മാനെ മിസ്ബിഹേവ് ചെയ്തതിലും നിങ്ങളെ നീണ്ട കാലത്തേക്ക് ഞാൻ ഉള്ളിലിടും. അതിന് നിങ്ങൾക്ക് കഠിന ശിക്ഷ കിട്ടുമെന്നും ഞാൻ ഉറപ്പാക്കും. ഈ വാർത്ത എന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, രാജ്യത്തിന്റെ PM പോലും അവരോട് ബഹുമാനത്തോടെ സംസാരിക്കുള്ളൂ. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. വിക്രാന്തിനെ കണ്ടപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും പേടിയായി. കബീർ വളരെ ഡേഞ്ചറസ് ആയ ആളുകളോടാണ് പടപൊരുതിയത്. അപ്പോൾ സ്റ്റേഷൻ ഹെഡ് മഞ്ജീത് പറഞ്ഞു, കബീർ നോക്ക്, ഇപ്പോഴും സമയം ബാക്കിയുണ്ട്. തീരുമാനിക്കുമ്പോൾ നല്ല പോലെ ചിന്തിക്കണം. നിനക്ക് സോളിഡ് എവിഡൻസ് ഇല്ലെങ്കിൽ വിക്രാന്തിന്റെ ഫാദർ നമ്മളെ ഒന്നിനെയും വിടില്ല. മഞ്ജീത് സർ, ഈ ഗുണ്ടകളെ എന്തിനാ എല്ലാവരും ഇത്രയും പേടിക്കുന്നത്? ഇവര് സാധാരണ ഗുണ്ടകളാ. ഈ വിക്രാന്തിന്റെ ഫാദറും ഗുണ്ട തന്നെയല്ലേ. നമ്മൾ പോലീസാ, ഇവരെ പേടിക്കേണ്ടതില്ല. സർ, കബീർ പറഞ്ഞത് ശരിയാണ്. നാം ഗുണ്ടകളെ പേടിച്ചാൽ പബ്ലിക് എങ്ങനെ സേഫായിട്ട് നമ്മളെ വിശ്വസിക്കും? കബീറിന്റെ ധൈര്യം പ്രിയങ്കയെ വളരെയധികം ഇംപ്രസ് ചെയ്തു. അവൾ കബീറിനെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് നിഖിൽ പറഞ്ഞത്, നിങ്ങൾക്കറിയോ വിക്രാന്തിന്റെ ഫാദർ ആരാന്ന്? നമ്മുടെ സ്റ്റേറ്റിന്റെ CM-ന് ആ പൊസിഷൻ കിട്ടാൻ മുഴുവൻ പണം മുടക്കിയത് ഇദ്ദേഹമാ. ഈ കാര്യങ്ങൾ പുറത്തു പോയാ നമ്മളിൽ ഒരാൾ പോലും ഇവിടെ ബാക്കിയാവില്ല. നടക്കാൻ പോകുന്നത് ഇതാ, നമ്മുടെ എല്ലാവരുടെയും ജോലി ഇതോടെ പോവും. സർ, നമ്മളിങ്ങനെ പേടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സാധാരണ ആളുകൾക്ക് എന്താകും? ഇവരെന്നെ മൊളസ്റ്റ് ചെയ്തവരാ. ബ്രദർ, ഡാഡിനെ വിളിക്കേ. ഡാഡ് വന്നാൽ ഇവരുടെ പാന്റ് വരെ കുലുങ്ങും. വിളിക്കേണ്ട കാര്യമില്ല, ന്യൂസ് ഓൾറെഡി ഡാഡിന് എത്തിയിട്ടുണ്ട്. ഡാഡിന് ഏത് നിമിഷവും ഇവിടെ എത്തും. എന്താ, അദ്ദേഹം വരുന്നുണ്ടോ? ഇതെല്ലാം ഈ കബീർ കാരണ. നമ്മളെല്ലാം ഇന്ന് ഫിനിഷ്ഡ് ആണ്. വിക്രാന്തിന്റെ ഫാദർ വരുന്നു എന്ന് കേട്ട് നിഖിൽ വിറയ്ക്കാൻ തുടങ്ങി. അവൻ വീണ്ടും മഞ്ജീത്തിനെ നോക്കി പറഞ്ഞു, സർ, പ്രിയങ്ക കേൾക്കില്ല. കബീർ ഇന്ന് വന്ന ആളാ. അവന് വിക്രാന്തിന്റെ ഫാദറിനെ കുറിച്ച് എന്താ അറിയാ? സർ, നിങ്ങളെങ്കിലും സെൻസിബിളായി പെരുമാറ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഇൻസിഡന്റ് മറന്നോ? മറന്നിട്ടില്ല. കഴിഞ്ഞ തവണ വിക്രാന്തിനും വരുണിനും നേരെ വിരൽ ചൂണ്ടിയ കോൺസ്റ്റബിളിനെ ഉടൻ സസ്പെൻഡ് ചെയ്തു. മാർക്കറ്റിൽ നഗ്നനാക്കി കറക്കുകയും ചെയ്തു. ഇത്തവണ നഗ്നനാക്കി കറക്കില്ല. കബീറിനെ കഷ്ണങ്ങളാക്കി ഡൽഹിയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോരോ പീസ് അയക്കും. ഞങ്ങളുടെ രീതി എല്ലാവർക്കും മനസ്സിലാവും. അതേസമയം വിക്രാന്തിന്റെ ഫാദർ പോലീസ് സ്റ്റേഷനിലെത്തി. എന്റെ മക്കളെ ലോക്കപ്പിലടച്ച ഡ്രെയിനിൽ നിന്നിറങ്ങിയ ആ പന്നി ആരാ? സർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ പുതിയ കോൺസ്റ്റബിൾ കബീർ ഷിഖാവത്താണ് എല്ലാം ചെയ്തത്. സർ, നിങ്ങളുടെ മക്കളെ ഇവനാ ലോക്ക് ചെയ്ത്. ഞങ്ങളെ ഒന്നും ചെയ്യരുത് സർ. വാട്ട്? കബീർ ഷിഖാവത്ത്? അതെ, ഞാൻ തന്നെയാണ് ഇവരെ അകത്തിട്ടത്. കൂടാതെ അകത്ത് നല്ലൊരു പണിയും കൊടുത്തിട്ടുണ്ട്. കബീർ സർ, നിങ്ങൾ എങ്ങനെ ഈ ഓർഡിനറി കോൺസ്റ്റബിൾ ജോബില്? സർ, എന്റെ മക്കളുടെ പേരിൽ ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയുന്നു. ഇവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഡാഡ്, നിങ്ങൾ എന്തിനാ ഈ ഓർഡിനറി കോൺസ്റ്റബിളിന്റെ കാലിൽ വീഴുന്നേ? എന്തുകൊണ്ട് വലിയ ഗുണ്ടകളും കബീറിനെ ഇങ്ങനെ പേടിക്കുന്നു? ബോംബ് വെച്ച കാര്യം കബീറിന് മുൻകൂട്ടി എങ്ങനെ അറിയാൻ കഴിഞ്ഞു? ഈ കബീർ ഷിഖാവത്ത് ആരാണ്? എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുക ഒരു സ്ഥലത്ത് മാത്രം. കഥയുടെ ബാക്കി അറിയാൻ അടുത്ത എപ്പിസോഡ് കേൾക്കൂ പോക്കറ്റ് FM ആപ്പിൽ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.